കൊച്ചി തീരത്തിനടുത്ത കടലിൽ വാൻഹായ് കപ്പൽ കത്തിയതിലും കേസ്. ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസെടുത്തത്. കേസിൽ കപ്പൽ ഉടമയെയും ക്യാപ്റ്റനെയും പ്രതി ചേർത്തു. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് നിലവിൽ വാൻഹായ് 503 കപ്പലിന്റെ ഉടമയ്ക്കെതിരെ, അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ, മറ്റ് കപ്പലിലെ ജീവനക്കാർ ഇവർക്കെതിരെയും കേസെടുത്തിട്ടുള്ളത്. BNSലെ 280 മുതൽ 288 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ചരക്ക് കപ്പലിലുള്ള കണ്ടെയ്നറുകളിൽ എളുപ്പത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളും സ്ഫോടക വസ്തുക്കളും അപകടകരമായിട്ടുള്ള രാസവസ്തുക്കളും ഉണ്ടെന്ന അറിവ് നിലനിൽക്കെ പ്രതികൾ മനുഷ്യജീവന് അപകടം ഉണ്ടാക്കും വിധം അപാകതയോടുകൂടി ഈ വസ്തുക്കൾ കൈകാര്യം ചെയ്തു, അത് തീപിടിക്കാൻ കാരണമായി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ FIR-ൽ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ കപ്പൽ ജീവനക്കാരെയും കപ്പലിന്റെ ക്യാപ്റ്റനെയും ഉടമകളെയുമാണ് നിലവിൽ പ്രതി ചേർത്തിട്ടുള്ളത്. നേരത്തെ MSN എൽസ 3 കപ്പലിന്റെയും ആൾക്കാരെ, അതിന്റെ ഉടമയെ, അതോടൊപ്പം തന്നെ കപ്പൽ ജീവനക്കാരെയും മാസ്റ്ററിനെയും പ്രതി ചേർത്തിരുന്നു. അതേ സമാനമായിട്ടുള്ള നടപടി തന്നെയാണ് കോസ്റ്റൽ പോലീസ് വാൻഹായ് കപ്പലിലെ ഷിപ്പ് കമ്പനി ഉടമകളെ, അതോടൊപ്പം തന്നെ ജീവനക്കാർക്കെതിരെയും സ്വീകരിച്ചിട്ടുള്ളത്. നിലവിൽ ഈ കപ്പലിലെ തീ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല, നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് തന്നെയാണ് കോസ്റ്റൽ ഗാർഡ് അടക്കം പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റൽ ഗാർഡിന്റെയും നാവികസേനയുടെയും സംയുക്തമായിട്ടുള്ള ഓപ്പറേഷനിലൂടെയാണ് നിലവിൽ ദൗത്യം പുരോഗമിക്കുന്നത്. അതിനിടയിൽ തന്നെയാണ് നിയമ നടപടിയുമായിട്ട് കോസ്റ്റൽ പോലീസും പോയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മൊഴി രേഖപ്പെടുത്തൽ അടക്കമുള്ള നടപടികളായിരിക്കും ഇക്കാര്യത്തിൽ സ്വീകരിക്കുക. ശരി, രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.